വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തിന് നേരെ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റതായും അധികൃതർ പറഞ്ഞു. നമുക്കറിയാം, അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ മൊഹബന്ദ് ജില്ലയിൽ ഇന്നലെ രാത്രി വൈകി വലിയ ആക്രമണം പോലീസ് സംഘത്തിന് നേരെ ഉണ്ടായത്. ഈ പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ തിരച്ചിൽ നടത്തുന്നു. ആക്രമണം നടത്തിയ 2 അംഗ സംഘം രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന് അഫ്ഗാനിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. അജയ് സുധാ ബിജു, അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം, താലിബാൻ പാകിസ്ഥാൻ സംഘർഷം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ്. അവിടെയാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാൻ താലിബാന്റെ ഒരു സ്വൈര്യവിഹാര കേന്ദ്രമാണ്. ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ പാകിസ്ഥാനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ പാകിസ്ഥാൻ ഇടയ്ക്ക് ഒരു എയർ സ്ട്രൈക്കൊക്കെ നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരമൊരു മേഖലയാണ്. അപ്പോൾ അവരുടെ ഒരു സ്വാധീനം നിലനിൽക്കുന്നതിനാൽ തന്നെ എല്ലാ ദിവസവും നൈറ്റ് പെട്രോളിങ്ങും മറ്റ് സുരക്ഷാ സംവിധാനവും ഒക്കെ മേഖലയിൽ പാകിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു സുരക്ഷാ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം 3 ഉദ്യോഗസ്ഥർ ഇവിടെ പെട്രോളിങ്ങിന് വന്നത്. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു അഡീഷണൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതുപോലെ തന്നെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ. ഇത്രയും പേർ കൂടി ചേർന്നാണ് മേഖലയിൽ പെട്രോളിംഗ് നടത്താൻ പോയത്. അപ്പോൾ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഈ അജ്ഞാത സംഘം ഇവർക്കെതിരെ വെടിയുതിർക്കുന്നത്. ഇവർ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പാകിസ്ഥാൻ പോലീസിനായിട്ടില്ല. ഇത് ഇപ്പോൾ പാകിസ്ഥാൻ താലിബാന്റെ സൈനികരാണോ അല്ലെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും മറ്റെന്തെങ്കിലും സായുധ ഗ്രൂപ്പുകളാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ആരും ഇക്കാര്യത്തിൽ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമില്ല. എന്തായാലും ഈ ആക്രമണം നടത്തി അതിൽ ഉടൻ തന്നെ ഈ 2 ഉദ്യോഗസ്ഥർ, ഈ ഒരു ഹെഡ് കോൺസ്റ്റബിളും അതുപോലെ തന്നെ അഡീഷണൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു. അതുപോലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.